സർ, ഈ സർക്കാരിൻ്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ അഴിമതികൾ ഒന്നൊന്നായി നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും തുറന്നു കാട്ടുവാൻ ഈ പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, 2015 മാർച്ച് 10 ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം, അതിലെ ഏതാനും വാചകങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ശ്രീ KM മാണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ PC ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ച് പഠിച്ചിട്ടുള്ളവരല്ലേ? അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ഒരു വാചകം ഉദ്ധരിക്കാം: ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയാണ്, സർ, വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ MP രാജേഷിനോടും ശ്രീ മുഹമ്മദ് റിയാസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. സർ, കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ നിങ്ങൾ വീണു പോകരുത് എന്നുള്ളതാണ്. സർ, സമാനമായ രീതിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം എങ്ങനെയാണോ വന്നത്, സമാനമായ രീതിയിൽ വന്ന ചില ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർ ബഹുമാനായ ശ്രീ KM മാണിക്കെതിരെ അന്ന് ബാർക്കോഴ ആരോപണം ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് ഉന്നയിച്ചതും കേരളത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എല്ലാ കോലാഹലങ്ങൾക്കും നമ്മളന്ന് സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്ത് അന്ന് നിയമസഭ തന്നെ തല്ലിത്തകർക്കുന്ന, ബഹുമാനപ്പെട്ട ചെയർ പോലും ഇരിക്കുന്ന അവിടുത്തെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ തല്ലിത്തകർക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവവാസങ്ങൾക്ക് ഈ നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഇതുപോലെ ഈ ബാർക്കോഴയുടെ അഴിമതി ആരോപണത്തിന്റെ പേരിലായിരുന്നു. സർ, അന്ന് ബഹുമാനപ്പെട്ട VS നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു. മാർച്ച് 12 സർ, കോഴ വാങ്ങിയ മാണി, കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മാണി, ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി, ഇത്രയും കൊള്ളരുതായ്മകൾ കൊണ്ട് മുഖം വികൃതമാക്കിയ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. സർ, ഈ തരുണത്തിൽ അധ്യാത്മരാമായണത്തിലെ 4 വരികൾ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രസക്തമാണ്. നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ പൂജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിട് എന്നേ വരൂ. സർ, എന്താണിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സർ, ബാർ ഉടമകൾക്ക് അനുകൂലമായി മദ്യനയം രൂപീകരിക്കുന്നതിന് കോഴ നൽകാനായി ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ കൃത്യമായ ശബ്ദ സന്ദേശം. 2024 മെയ് 23 ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മെയ് 23 എറണാകുളം റിനൈസൻസ് ഹോട്ടലിൽ വെച്ച് യോഗം നടക്കുകയാണ്. ആ യോഗ സ്ഥലത്ത് നിന്ന് യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ മദ്യനയം വരുന്നതാണ്. അതിനകത്ത് 1-ാം തീയതി ഡ്രൈഡേ എടുത്ത് കളയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു ബാർ മുതലാളിയാണ്. സർ, അവിടെ കൊണ്ട് തീർന്നില്ല. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം നൽകിയത്. വലിയൊരു ഗ്രൂപ്പ് 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണക്ക് പ്രസിഡന്റ് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു. വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷനായി സ്റ്റേറ്റിൽ നിന്നും കിട്ടിയത്. 1/3 ഓൾറെഡി പിരിച്ചെടുത്തു കഴിഞ്ഞു. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. പണ്ടത്തെ അവസ്ഥ വന്നാൽ ഇനി നമ്മൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കണം. സർ, അവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഏറ്റവും പ്രസക്തമായ ഭാഗം, ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിയും പൈസ സാധാരണ നിലയിൽ മേടിക്കുന്നതല്ല. എന്നിട്ടും അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സർ? ഇലക്ഷൻ കഴിഞ്ഞ് സാധാരണ പണം മേടിക്കുന്നതല്ല, പക്ഷെ എന്നിട്ടും അത് കൊടുക്കാനുള്ള സംവിധാനം, അതിനുള്ള ഓപ്ഷൻ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി വളരെ വിശദമായി അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം മറ്റ് അംഗങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണ്. സർ, അപ്പോ ഇവിടെ ആരുണ്ടാക്കി? അവിടെ പറയുന്ന ആ ഓപ്ഷൻ ആരുണ്ടാക്കി? എന്താണ് ആ ഓപ്ഷൻ? ആ ഓപ്ഷൻ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ? ഏതാണ് അതിന്റെ പുറത്തിലുള്ള കറുത്ത കരങ്ങൾ എന്നുള്ള അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലേ?
സർ, ഇതേ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കാൻ പോവാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സർ, പരാതി കൊടുത്തതിന് ശേഷം ഇവിടെ പരാതിയിൽ എന്താണ് അന്വേഷിക്കുന്നത്? സർ, പരാതിയിൽ അന്വേഷിക്കുന്നത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അല്ലാതെ സർ, ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അല്ലാതെ ഇവിടെ കോഴ നൽകാനായി പിരിച്ചെടുത്ത പണം അത് ബാർ ഉടമകളുടെ അസോസിയേഷന്റെ രജിസ്റ്ററിലുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? ആ രജിസ്റ്റർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? സർ, ബന്ധപ്പെട്ടവരെ ആരെയെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? സർ, എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. അതായത് പണപ്പിരിവ് നടന്നുവെന്ന്, 1/3 പിരിവ് നടന്നുവെന്ന് ഒരാൾ കൃത്യമായിട്ട് പറയുന്നു. പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഈ പിരിവ് നടത്താൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിനുവേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. പക്ഷെ ഇതൊക്കെ നടന്നിരിക്കെ എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു FIR ഇട്ട് കേസെടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. സർ, എന്റെ ടൈം എനിക്ക് ഡിജിറ്റൽ എറർ ഉണ്ട്. 5 മിനിറ്റായി. സർ, ടൈം കാണുന്നില്ല, ടൈം കിട്ടുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. പറഞ്ഞോ. സർ, അഴിമതി നടന്നിട്ടില്ല. സർ, അഴിമതി നടന്നിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. സർ, എങ്ങനെ പറയാൻ സാധിക്കും? സർ, ഒരു അഴിമതിയുടെ സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ക്വിഡ് പ്രോക്യോ ആണ്. അതായത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു ബാറിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കണം എന്ന് വളരെ കൃത്യമായി പറയുന്നു. 1/3 ലഭിച്ചു എന്ന് പറയുന്നു. ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആർക്ക് കൊടുക്കണമെന്ന് പോലും പറയാത്ത ഒരു സന്ദേശത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന്. സർ, ആർക്ക് കൊടുക്കണമെന്നാണ് ഇന്ന് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മാത്രമാണ്. ഇത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ വേണ്ടിയിട്ടാണോ? സർ, ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവ് നടത്തിയതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സർ, ഇവിടെ എന്തുകൊണ്ട് സർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ട്, അഴിമതി നിരോധന നിയമം. ആ അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 12 അനുസരിച്ചിട്ട്, അതായത് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റും വളരെ കുറ്റകരമാണ്, ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണ്. എന്താണ് പറയുന്നത്? സെക്ഷൻ 12, whoever abets any offence punishable under this act, whether or not that offence is committed in consequence of that abatement, shall be punishable with imprisonment for a term which shall be not less than 3 years, but which may extend to 7 years and shall also be liable to fine. എന്ന് പറഞ്ഞാൽ ഒരഴിമതിക്ക് പ്രേരകമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ അഴിമതി നടന്നോ ഇല്ലയോ അതിന് പ്രേരകമായിട്ടുള്ള ഇടപെടൽ പോലും കുറ്റകരമാണ് എന്ന് അഴിമതി നിരോധന നിയമപ്രകാരം പറയുമ്പോൾ, വളരെ വ്യക്തമായി പറയുമ്പോൾ, അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുവാൻ, ഇതിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാവാതെ ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി, ഈ ശബ്ദ സന്ദേശം എങ്ങനെ സർക്കാരിന് മാനക്കേടുണ്ടാക്കി, അതിനകത്ത് ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഈ സർക്കാർ അന്വേഷിക്കുന്നത്, പോലീസ് അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന്റെ അഴിമതിയിലേക്ക് ഈ അന്വേഷണം കൺതുറക്കില്ല, ഈ അന്വേഷണം എങ്ങും എത്തിച്ചെല്ലില്ല എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായിരിക്കുകയാണ്. സർ, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷം സംഘടനയുടെ ആളുകൾ പറഞ്ഞു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പണപ്പിരിവ് നടത്തിയതെന്നൊക്കെ. സർ, ഇതൊക്കെ വളരെ വ്യക്തമായി പല രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സംഘടനയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വീതമുള്ള പിരിവ് അതൊക്കെ ജനുവരി മാസത്തിൽ നടന്നു പോയതാണ്. അതൊക്കെ പലതവണ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, ഈ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. സംഘടനയുമായി ബന്ധപ്പെട്ട് അവരുടെ മീറ്റിംഗിന്റെ മിനിറ്റ്സും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളൊരു കാര്യമാണ്. സർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ അതുകൊണ്ട് തന്നെ സംഘടന വിഷയമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഘടന നേരെ വിഷയം മാറ്റി. എന്താണ്? ഓഫീസിന്റെ കാര്യം പറഞ്ഞു. ഞാനിവിടെ സൂചിപ്പിച്ചു, ജനുവരി മാസത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പിരിവുമൊക്കെ ഇവിടെ നടന്നതാണ്. 1 ലക്ഷം രൂപ വീതം. ഇപ്പോൾ 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊരു കാര്യം. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ആലോചനയും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രാഥമികമായിട്ടുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർ, ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മാർച്ചിൽ ചീഫ് സെക്രട്ടറി വീണ്ടും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിന് അതിനുശേഷമാണ് മാർച്ചിൽ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചതിന് ശേഷം ഇവിടെ ടൂറിസം ഡയറക്ടർ
പിന്നീട് മെയ് 21 യോഗം വിളിച്ചു ചേർക്കുകയാണ്. അതിന്റെ സീക്വൻസ് നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു യാതൊരു ആലോചനയും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി കൊടുത്ത വിശദീകരണ കുറിപ്പ്, അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യവസായം ടൂറിസം മേഖലകളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. എക്സൈസ് വകുപ്പിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി 4 ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉന്നയിച്ച വിഷയങ്ങളും ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യം ഉയർന്നു വന്നിരുന്നു. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങ് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാര്യവും നടന്നിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സാർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീ റോജി, സമയം എക്സീഡ് ചെയ്യുന്നുണ്ട് സാർ. സമയം ഞാൻ നീട്ടിക്കൊണ്ടുപോയില്ല, ഞാൻ ചുരുക്കാം സാർ. ഞാൻ വിഷയത്തിന് അപ്പുറത്തേക്ക് ഒന്നും പോകില്ല സാർ. സാർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർക്കുന്നു ജനുവരി മാസത്തിൽ. അതിനുശേഷം രണ്ടാമത്തെ യോഗം നടക്കുന്നു മാർച്ച് മാസത്തിൽ. ഇത് ചീഫ് സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തതിന് ശേഷം മാർച്ച് മാസത്തിൽ വിളിച്ചു ചേർത്തതിന് ശേഷം സർ, ടൂറിസം ഡയറക്ടർ മെയ് 21 സൂം മീറ്റിംഗ് കൂടുകയാണ്. സർ, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യമെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ടൂറിസം വകുപ്പിന് എന്തിനാണ് ഇക്കാര്യത്തിൽ അമിതമായിട്ടുള്ള താല്പര്യമെടുക്കുന്നത്? എന്തിനാണ് ടൂറിസം വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കൈകടത്തുന്നത്? ഇവിടെ പറഞ്ഞു സാധാരണ യോഗമാണെന്ന് പറഞ്ഞു. സർ, ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതൊക്കെ സാധാരണ നടക്കുന്ന യോഗമാണ്. സർ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ സബ്ജക്ട്, അജണ്ട എന്താണ്? The subject is the excise policy renewal and suggestions to Kerala tourism. സർ, സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം ഡയറക്ടറാണ്. സർ, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ MP രാജേഷ് ആണോ അതോ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ എന്ന് ഇപ്പോ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട്. വകുപ്പ് ആരുടെ കയ്യിലാണ് എന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും കൂടെ ഒന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. സർ, അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ്. ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു, മാർച്ച് മാസത്തിൽ വീണ്ടും യോഗം കൂടുന്നു. അതിനുശേഷം മെയ് 21 ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു. 21 യോഗത്തിന് ശേഷം 23 ബാർ ഓണേഴ്സിന്റെ അസോസിയേഷന്റെ യോഗം ചേരുന്നു. ആ യോഗത്തിന്റെയും അജണ്ട ഇത് തന്നെ. എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷമാണ് അതേ ഹോട്ടലിൽ വെച്ച് തന്നെ ഈ പ്രസ്തുത ശബ്ദരേഖ പുറത്തുവിട്ടയാൾ കാര്യങ്ങൾ വിശദമായി പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയേറെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം വിളിച്ചു ചേർത്തു. കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അത് എല്ലാവരും തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരാളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാർ, ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം വ്യക്തമല്ല. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത്? ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോടെന്നാണ് പറഞ്ഞിരുന്നത്. ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട്. സാർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സാർ, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ 800ഓളം ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 130ഓളം ബാറുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മദ്യനയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. സാർ, ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ ഇടുക്കി ജില്ലാ കൺവീനർ ശ്രീ KK ശിവരാമൻ, അദ്ദേഹം CPIയുടെ നേതാവാണ്, ഇടുക്കി ജില്ലാ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സാർ. സാർ, വീണ്ടും ഒരു ബാർക്കോഴയോ? അതിന്റെ തലക്കെട്ടതാണ്, വീണ്ടും ഒരു ബാർക്കോഴയോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ്. നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിന്റെ. ഞാനത് പറയാണ്. ഞാൻ അവസാനിപ്പിക്കാം. സാർ, സമയമായിട്ടില്ല, ഞാൻ അവസാനിപ്പിക്കാം.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ആർക്ക്? ആരാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് LDF-ന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള ശ്രീ KK ശിവരാമനാണ്. സാർ, ഞങ്ങളിപ്പോൾ ഒരു സംശയം ചോദിക്കാണ്. സാർ, ഇപ്പോ LDF കൺവീനർ ചോദിക്കുന്നു കൊടുക്കേണ്ടത് കൊടുക്കണം, ആർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുന്നത് LDF-ന്റെ കൺവീനറാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, ഇപ്പോ നോട്ട് എണ്ണുന്ന മെഷീൻ ഇരിക്കുന്നത് AKG സെന്ററിലാണോ അതോ ക്ലിഫ് ഹൗസിലാണോ എന്ന് മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ എന്നായിരിക്കും സാർ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അടിയന്തരമായ അന്വേഷണം വേണമെന്ന് LDF-ന്റെ കൺവീനർ തന്നെ പറയുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ഇതിനെ സംബന്ധിച്ച് വിജിലൻസിന്റെ പരിശോധന നടക്കണം. ഇത് സംബന്ധിച്ച് കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ഇതിന്റെ അഴിമതിയുടെ ചുരുളുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ.